السلام عليكم ورحمة الله تعالى وبركاته. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. على إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا علم على أهدي. സർവാദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കൾ, ഹിജറ വർഷം 470 ക്രിസ്തുവർഷം 1770 ജീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പിറന്നു വീഴുന്നത്. ആത്മീയതയുടെ അന്തസാരങ്ങളിൽ അതിലയിച്ച് പ്രഭവപൂരിതമായ പ്രപഞ്ചമായിരുന്നു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെത്. ഇൽമിന്റെ വഴിയിലായി ജീവിതം സമർപ്പിച്ച് ജീവിതത്തിന്റെ പകുതി പരിശോധിച്ചാൽ ഇൽമിലായിട്ടായിരുന്നു മഹാനവറുകൾ ജീവിതം സമർപ്പിക്കപ്പെട്ടത്. ഓരോ റബീഉൽ ആഖിർ വരുമ്പോൾ അവരെ ഓർക്കാത്ത ദിനരാത്രങ്ങൾ ഉണ്ടാവുകയില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജനിക്കുന്ന സമയത്ത് ജീൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടുത്തെ എല്ലാ ആൺകുട്ടികളും ഇന്ന് വലിയ ഔലിയാക്കളായി എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനകം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഹറാം കണ്ടിട്ടില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഹറാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, പഠിക്കുന്ന സമയത്ത് പോലും അവിടുത്തെ ഉസ്താദുമാര് പറയുകയുണ്ടായിരുന്നു കേട്ടോ, ഭാവിയിലെ ഏറ്റവും വലിയ ഔലിയാണെന്ന് അവിടുന്ന് കുറിക്കുക തന്നെ ചെയ്തിരുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിതകാലം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ പ്രതിസന്ധികളിൽ അലട്ടിയിരുന്നതായിരുന്നു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഇൽമ പഠിക്കാൻ ബഗ്ദാദിൽ പോകുന്ന സമയത്ത് ഭക്ഷണം കിട്ടാത്ത ദിനരാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹറാം ഭക്ഷിച്ചിരുന്നില്ല, ഹറാമിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. ചില സമയങ്ങളിൽ ദർസ് കഴിഞ്ഞാൽ ഭക്ഷണത്തിനായി തൊഴിലിന് പോയിരുന്നു, മറ്റു വഴികൾ നോക്കിയിരുന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഇൽമിന്റെ വഴിയിലായിരുന്നു. പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പകർത്തിയെടുക്കേണ്ടതുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് 2 ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കിതാബുകളിൽ കാണാൻ കഴിയും. ഈ ലോകം എന്റെ കൈകളിലാണെങ്കിൽ ആദ്യമായി ഞാൻ നൽകുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നത്. പട്ടിണി കിടക്കുന്നവന്റെ വയറ് നിറക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു പ്രവർത്തനമാണ്. രണ്ടാമതായി കിതാബുകളിൽ പറയുന്നത് കാണാം, മനുഷ്യന് വ്യക്തിഗതയെ കാത്തു സൂക്ഷിക്കുക. അവർ മറച്ചു വെച്ച കാര്യങ്ങളെ ഒരിക്കലും അത് പരസ്യമാക്കരുതേ. ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ് ഒരാളുടെ കാര്യം അത് പരസ്യമാക്കുന്നത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ടെൻഷനുകളുണ്ടല്ലോ, അതിനെല്ലാം സമാധാനം കൈവരാൻ വേണ്ടി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങൾ പറയുന്നു, കിതാബുകളിൽ പറയുന്നത് കാണാം. ഒന്നാമതായി പറയുന്നത്
നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരിക്കലും നീ ഖേദിക്കരുതേ. ഐഹികമായ നഷ്ടങ്ങളിൽ ഒരിക്കലും ദുഃഖിക്കരുതേ. നഷ്ടപ്പെട്ടത് നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാനല്ല, നമുക്കൊരു വഴികാട്ടിയാണ്, നന്മയുടെ വഴികാട്ടിയായിട്ടാണ് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു തരുന്നത്. അതിലൊരിക്കലും നീ ഖേദിക്കരുതേ. രണ്ടാമതായി പറയുന്നത് കാണാം, മറ്റുള്ളവരെ പോലെ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് നീ ഒരിക്കലും സമയം കളയരുതേ. ഇതിനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വ്യക്തമായി കിതാബുകളിൽ വിവരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നിന്നെ എവിടെയാണോ നിശ്ചയിച്ചത് അവിടെ നീ തൃപ്തിപ്പെട്ടുകൊള്ളുക. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇതിന് ഉദാഹരണമായി പറയുന്നത്, മനുഷ്യനെ ചിലപ്പോൾ സമ്പാദ്യം നൽകിയും പരീക്ഷിക്കും, മറ്റു ചിലപ്പോൾ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കും. ഇതിലെല്ലാം മനുഷ്യൻ തൃപ്തിയോടെ സ്വീകരിക്കുക എന്നതാണ്. റബ്ബ് തന്നതിന് നമുക്ക് ശുക്ർ ചെയ്യുക. മൂന്നാമതായി പറയുന്നത് കാണാം, എല്ലാവരെയും നീ തൃപ്തിപ്പെടുത്താൻ നോക്കരുത്, അതൊരിക്കലും നിനക്ക് സാധ്യമല്ല. അല്ലാഹുവിനെ മാത്രം നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. കാരണമെന്നാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ പലർക്കും പലരുടെ ആശയങ്ങളെയാണ് പിൻപറ്റുക. അതൊരിക്കലും നമുക്ക് അനിവാര്യമായ കാര്യമല്ല. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇനിയും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ജീലാനി റളിയല്ലാഹു അൻഹു ഇൽമെല്ലാം പഠിച്ചു നിൽക്കുന്ന സമയത്ത് ശൈത്താനെ വഴിതിരിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ദാഹിച്ച് അവശനായി കിടക്കുന്ന സമയത്ത് സ്വർണപാത്രത്തിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ശൈത്താൻ സ്വർണപാത്രത്തിൽ വെള്ളം കൊണ്ടുവരികയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സ്വർണപാത്രത്തിൽ വെള്ളം കുടിക്കൽ ഹറാമല്ലേ? ശൈത്താൻ അപ്പോൾ മറുപടി കൊടുക്കുകയാണ്, അല്ലാഹുവിലേക്ക് അടുത്ത മനുഷ്യ, നിങ്ങൾക്കത് ഹലാലാക്കി തന്നിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹലാലാക്കാത്തത് എനിക്ക് ഹലാലാക്കുമോ? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി പറയുകയാണ്, അൻത ശൈത്താനു, നീ ശൈത്താനാകുന്നു. പ്രിയമുള്ളവരെ, ഹറാമ് ചെയ്യാൻ അവസരമുണ്ടായിട്ട് പോലും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെയും അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചു. നാളെ നമുക്ക് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിലെത്തിക്കുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.